നടൻ ദിലീപിന് തൻ്റെ ജീവിതത്തിലെ 9 വർഷങ്ങളാണ് നഷ്ടപ്പെട്ടത്. 9 വർഷം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു പീരീഡാണ്. 9 ദിവസങ്ങൾ ദിലീപിൻ്റെ സ്ഥാനത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി 9 ദിവസങ്ങൾ വേണ്ട, 9 മണിക്കൂറുകൾ, 9 മിനിറ്റുകൾ ഇത്തരമൊരു ആരോപണത്തിന് വിധേയനായി കഴിയേണ്ടി വരുന്ന ഒരാളുടെ മാനസികാവസ്ഥ അനുഭവിച്ച് തന്നെ അറിയണം. ദിലീപിനെ സംബന്ധിച്ച് ദിലീപിൻ്റെ അവസ്ഥ എന്താ? ദിലീപ് ഒരു കേസിലും പ്രതിയല്ല. ദിലീപിനെതിരെ ചുമത്തപ്പെട്ട കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിവുകളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. തെളിവുകളില്ല എന്ന് മാത്രമല്ല, ദിലീപിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ആ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് വ്യാഖ്യാനിക്കാം. കാരണം നിലനിൽക്കുന്ന തെളിവുകളാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. ഇന്നിപ്പോൾ കോടതി കേസിൽ പ്രതികളാണെന്ന് കണ്ട 6 പേരെ ശിക്ഷിക്കുകയാണ്. അവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കോടതി ഇപ്പോൾ കൊടുക്കും. അതിൻ്റെ വഴിക്ക് കിടക്കും. പക്ഷെ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട്. കാരണം ദിലീപിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദ്യം വളരെ പ്രസക്തമാണ്. പലരും ചോദിക്കുന്നു ദിലീപിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും. പല കേസുകളിലും ഇങ്ങനെ പ്രതിയാക്കപ്പെട്ടിട്ട് ആളുകൾ അവസാനം ഇങ്ങനെ വെറുതെ ഇറങ്ങി ജീവിതം ഒരുപാട് നഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, സമീപകാലത്ത് ഇടുക്കിയിലെ ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹം 2 പെൺകുട്ടികളെ കോപ്പി അടിച്ചതിന് പിടിച്ച പെൺകുട്ടികൾ തൊട്ടടുത്ത CPM-ൻ്റെ ഓഫീസിൽ പോയി പാർട്ടിക്കാരോട് പറഞ്ഞു. പാർട്ടിക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവരുടെ ഒരു പണി കൊടുക്കാം, നിങ്ങളെ പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കേസ് കൊടുത്തു. ഈ അധ്യാപകൻ ജയിലിൽ പോയി. വർഷങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി. അവസാനം കേസ് നടത്തി അദ്ദേഹം പുറത്തു വന്ന് ആ പെൺകുട്ടികൾക്കും മനംമാറ്റം ഉണ്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞ പ്രകാരം കൊടുത്തതാണ്, ഞങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അധ്യാപകൻ കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം പോയില്ലേ, അദ്ദേഹത്തിൻ്റെ സൽപ്പേര് പോയില്ലേ, അദ്ദേഹത്തിൻ്റെ കുടുംബം പോയില്ലേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെന്താ പരിഹാരം? ഈ പരിഹാരം നിയമത്തിലുണ്ട്. നിയമത്തിൽ ഉള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ISRO ചാര കേസാണ്. 1994 ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി പറഞ്ഞത് നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് വിധിച്ചത്. 50 ലക്ഷം രൂപ. കാരണം ഒരു മനുഷ്യൻ്റെ കരിയർ തകർത്തു, അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നശിപ്പിച്ചു, അദ്ദേഹം രാജ്യവിരുദ്ധനായി ചിത്രീകരിക്കപ്പെട്ടു. ഇപ്പോഴും അതിലൊന്നും വലിയ കാര്യമില്ല. ISRO ചാര കേസൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതിനിടയ്ക്ക് ജസ്റ്റിസ് ജെയിൻ കമ്മീഷൻ ഈ കേസ് അന്വേഷിക്കാൻ വന്നു. അന്ന് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന CB മാത്യൂസ്, KK ജോഷുവ, സ്മാർട്ട് വിജയൻ എന്നറിയപ്പെടുന്ന S വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്തു. CBI കേസ് വന്നു. ഗൂഢാലോചന, വ്യാജ തെളിവുണ്ടാക്കൽ, അങ്ങനെ കേസ് ഇങ്ങനെ നീണ്ടുപോയി. നമ്പി നാരായണനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കേസിൽ പ്രതിയാക്കി എന്ന കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് സമാനമായ സംഭവമല്ലേ ഇപ്പം ദിലീപിൻ്റെ കേസിൽ വന്നിരിക്കുന്നത്. ദിലീപിനെതിരെ ഒരു തെളിവുമില്ല, ഉണ്ടാക്കിയ തെളിവുകളൊന്നും നിലനിൽക്കുന്നതല്ല, അത് തെളിവുകളൊന്നും വിശ്വസനീയമല്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പം രസകരമായൊരു സംഭവമുണ്ട്. ഇപ്പം കേസിൽ പ്രതിയല്ല ദിലീപ്, നമ്മൾ ഓരോരുത്തരെയും പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കേസും നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഈ കേസുണ്ടായ സമയത്ത് കോടതി കണ്ടുകെട്ടിയിരിക്കുകയായിരുന്നു. അത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ദിലീപ് ഇന്ന് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് കൊടുക്കാൻ പാടില്ല. എന്ത് ന്യായത്തിലാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം ദിലീപിനെതിരെ കേസില്ല. ഇനിയിപ്പോൾ അപ്പീൽ പോകുമായിരിക്കും. അപ്പീൽ പോയാൽ അപ്പീലിലെ വിധി വരാൻ എത്ര കാലം എടുക്കും? അതുവരെ ദിലീപ് തടവുള്ളിയെ പോലെ കഴിയണോ? എന്താ പിന്നെ അപ്പീലിലെ വിധി സുപ്രീം കോടതി വരെ ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് പറയുന്നത് വരെ ദിലീപിനെ പിടിച്ച് ജയിലിലിടണം എന്ന് നിങ്ങൾ പറയുമല്ലോ. ഇതിപ്പോൾ പറഞ്ഞു കേട്ടാൽ ഇരയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പൾസർ സുനി, അതിൻ്റെ കൂടെ പങ്കാളികളായ മറ്റ് 5 പേര്, അവരെ കോടതി ശിക്ഷിക്കുന്നു. ഇതിനകത്ത് നേരിട്ട് പങ്കെടുക്കാത്ത ഗൂഢാലോചന നടത്തി എന്നാണല്ലോ ദിലീപിനെതിരെയുള്ള ആരോപണം. ആ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പൾസർ സുനിയെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല, ദിലീപിനെ തൂക്കിക്കൊല്ലണമായിരുന്നു എന്ന തരത്തിലാണ് ചിലരുടെയൊക്കെ നിലവിളി. ഇത് ഒരു വല്ലാത്ത കളിയാണ്. ഈ കളിക്ക് പറയുന്ന പേര് വേറെയാണ്, ഇതിൻ്റെ പിന്നിൽ വേറെ അജണ്ടയാണ്. കോടതി ഇത് പറഞ്ഞു. കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കുക, അല്ലാതെ ജഡ്ജിയുടെ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും ചകഞ്ഞ് നടക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കോടതി വിധിയെ വിമർശിക്കുന്നു എന്ന പേരിൽ കോടതിക്കെതിരെ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളും വിമർശനങ്ങളുമായിട്ട് വന്നാൽ കടുത്ത നടപടി എടുക്കുമെന്ന് പ്രിൻസിപ്പൽ ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞിട്ടുണ്ട്. 100% അതിനോട് യോജിക്കണം. കാരണം നമുക്കിഷ്ടമില്ലാത്ത ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ ജഡ്ജിയെ, കോടതിയെ പുലഭ്യം പറയുക എന്നത് മര്യാദകേടാണ്. നിങ്ങൾക്ക് ജഡ്ജ്മെന്റിനെ വിമർശിക്കാം,
ജഡ്ജ്മെന്റിനെ എത്ര വേണമെങ്കിലും വിമർശിക്കാം. വ്യക്തിപരമായി ഒരു ന്യായാധിപനെ വിമർശിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണ്. അതവിടെ നിൽക്കട്ടെ, കോടതിയുടെ വഴിക്ക് പോവട്ടെ, കോടതിക്കറിയാം എന്ത് ചെയ്യണം, നമ്മൾ അതിൽ ഇടപെടുന്നില്ല. പക്ഷെ ദിലീപിന് എന്ത് ചെയ്യാം? ഈ വ്യാജ തെളിവ് ഉണ്ടാക്കൽ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ കുറ്റമാണ്. വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, പിന്നെ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഈ കേസ് നടന്നത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പായതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്ന IPC അനുസരിച്ചാണ്. IPC 193 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 193 വകുപ്പ് പറയുന്നത് ജുഡീഷ്യൽ നടപടിക്കായി വ്യാജ തെളിവുകൾ ഉണ്ടാക്കൽ അത് കുറ്റകരമാണ്. ഇവിടെ ജുഡീഷ്യൽ നടപടിക്ക് വേണ്ടിയിട്ടാണ്, ഒരു കോടതി നടപടിക്ക് വേണ്ടി ദിലീപിനെതിരെ IPC 193 വകുപ്പ് അനുസരിച്ച് വ്യാജ തെളിവുണ്ടാക്കി എന്ന് ദിലീപിന് വാദിക്കാം, ദിലീപിന് കണ്ടസ്റ്റ് ചെയ്യാവുന്നൊരു കേസുണ്ട്. ഇനി 194 പറയുന്നുണ്ട് വധശിക്ഷ കിട്ടാവുന്ന ഒരു കേസിന് വേണ്ടി വ്യാജ തെളിവ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് IPC 194 പറയുന്നത്. 195 പറയുന്നത് അത് വളരെ പ്രസക്തമാണ്. IPC 195 വകുപ്പ് ഈ കേസുമായി കണക്റ്റഡ് ആണ്. കാരണം ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റത്തിന്, അത് ബലാത്സംഗ കേസ് ജീവപര്യന്തത്തിൽ വരും. ജീവപര്യന്തം കിട്ടാവുന്ന ഒരു കേസിൽ ഒരു പ്രതിക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 195 വകുപ്പ് അനുസരിച്ച് കുറ്റകരമാണ്. ഇനി ഈ IPC 166, 167 ഉണ്ട്. അതായത് ഉദ്യോഗസ്ഥർ ബോധപൂർവം രേഖകൾ ഉണ്ടാക്കി ഒരാൾക്ക് ദോഷം ചെയ്യണമെന്ന ലക്ഷ്യത്തോടുകൂടി മനഃപൂർവം രേഖകൾ ഉണ്ടാക്കിയാൽ, തെളിവുകൾ ഉണ്ടാക്കിയാൽ അതും കുറ്റകരമാണ്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. IPC 211 തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് ക്രിമിനൽ കേസെടുക്കൽ. എനിക്ക് തോന്നുന്നത് ദിലീപിനെതിരെ ഏറ്റവും പ്രസക്തമായി വരാവുന്ന ഒരു വകുപ്പ് 211 195 ആണെന്ന് തോന്നുന്നു. കാരണം 211 പ്രകാരം ദിലീപ് ഈ കേസിൽ പ്രതിയല്ല എന്ന് അറിഞ്ഞിരിക്കെ ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടി ഒരു മാഡം പറഞ്ഞതനുസരിച്ച്, ആ മാഡം ആരാണെന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുകയാണ്. ദിലീപ് പറയുന്നുണ്ട് എനിക്കെതിരെ കേസെടുക്കാൻ വേണ്ടി കരുക്കൾ നീക്കിയത് അന്നത്തെ ഉന്നതയായ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു എന്നാണ്. പേര് പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ADGP ആയിരുന്ന B സന്ധ്യയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. മാത്രമല്ല ഈ കേസിലെ വിധി വന്ന ഉടനെ നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് പറയുന്നതിന് പകരം അമിതാവേശം കാണിച്ച് ഈ വിധി തന്നെ ഞെട്ടിച്ചുവെന്നും അപ്പീല് പോകുമെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ സന്ധ്യയുടേതായി വന്നതായി വാർത്തകളിൽ കണ്ടു. അപ്പീല് പോകുമെന്ന് പറയാൻ സന്ധ്യക്ക് എന്താ അധികാരം? സന്ധ്യ ആരാ? പെൻഷൻ പറ്റി, അടുത്തൂൺ പറ്റി വീട്ടിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണോ തീരുമാനിക്കേണ്ടത് അപ്പീൽ പോകുമെന്ന്? അപ്പീൽ പോകണമെന്ന് പോകേണ്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട പ്രോസിക്യൂഷനാണ്, സർക്കാരാണ്. സർക്കാരിന്റെ ഭാഗമല്ല. പെൻഷൻ പറ്റി വീട്ടിയിരിക്കുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അപ്പീൽ പോകുമെന്ന് പറയാൻ എന്താ അധികാരം? മാത്രമല്ല കേസന്വേഷണം നടത്തിയ ആൾക്ക് വിധിയിൽ ദുഃഖമുണ്ട്, ഇങ്ങനെയല്ല ഞാൻ വിധി പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറയാം. അല്ലാതെ ആ കോടതി വിമർശിക്കാനും ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് പറയും. ഞങ്ങൾ ഇപ്പോഴും യൂണിഫോം ഇല്ല ഈ മാഡത്തിന്, ഞങ്ങൾ എന്നൊക്കെ പറയാൻ ഈ മാഡത്തിന് എങ്ങനെ കഴിയുന്നു? ഇവരിപ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഭാഗമെന്നാണ് അവർ കരുതുന്നത്. ഇവർ പരമാവധി വന്നാൽ ഈ കേസിലെ സാക്ഷിയായിരുന്നു. സാക്ഷിക്ക് അത് ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് പറയാം, ശരിയാണ്. പക്ഷേ അത് തീരുമാനിക്കേണ്ട സർക്കാരല്ലേ? സർക്കാർ എന്ന് പറയുന്നത് B സന്ധിയാണോ? ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. IPC 195 പ്രകാരം ജീവപര്യന്തം കിട്ടാമെന്ന ഒരു കേസിലാണ് ദിലീപിനെ പെടുത്തിയത്. 211 IPC 211 പ്രകാരം അതിനുവേണ്ടി വ്യാജ തെളിവുകൾ ഉണ്ടാക്കി. ഇത് രണ്ടും വളരെ കൃത്യമായി പ്രൈമാ ഫേസി ഈ കേസിൽ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ദിലീപ് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസിന് പോകുമെന്നും ഏതാണ്ട് 10 കോടി രൂപയോളം നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് കേസ് കൊടുക്കാൻ പോകുന്നത് എന്നും വിവരം വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ വ്യാജ കേസ് തെളിവുകൾ ഉണ്ടാക്കി ഒരാളെ വ്യാജമായി കേസിൽ പ്രതിയാക്കിയാൽ 7 വർഷം വരെ, കുറഞ്ഞത് ചിലപ്പോൾ ജീവപര്യന്തം വരെ. നോക്കൂ, ഒരാളെ ജീവിതകാലം മുഴുവൻ, സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണം വരെയാണ് എന്ന് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിലീപിനെ മരണം വരെ ജയിലിൽ അടയ്ക്കാനുള്ള കള്ളത്തെളിവുകളാണ്, കള്ളക്കേസാണ് ഇവർ ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടാൽ
അവർക്കും ജീവപര്യന്തം കിട്ടാം. ഒരു കാര്യം ഉറപ്പാണ്, ദിലീപ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ കരിയർ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം തകർത്തതിന് അരുനിന്ന ഉദ്യോഗസ്ഥർ അഴിയെണ്ണേണ്ടി വന്നാൽ ദിലീപിന്റെ ഊഴാണ്. ഇനി പന്ത് ദിലീപിന്റെ കോർട്ടിലാണ്. തന്നെ കഴിഞ്ഞ 9 വർഷക്കാലം പീഡിപ്പിച്ചവർക്കെതിരെ ഇനി തനിക്ക് ഇക്കാലം അത്രയും ഉണ്ടായ അത്രയും സാമ്പത്തിക നഷ്ടം വന്നല്ലോ, കോടികൾ നഷ്ടമായി. ഈ കോടികൾ ചെലവഴിച്ച് താൻ രംഗത്തിറങ്ങും എന്ന് ദിലീപ് തീരുമാനിച്ചാൽ ഒരുപാട് പേര് അഴിയെണ്ണും. ഇനിയിപ്പോൾ ചിലർ പറയും, അതായത് ഈ പോലീസുകാർക്ക് ഒരു കവചമുണ്ട്. അതായത് പോലീസുകാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം വേണം. CRPC 197 CRPCയിലെ 197 വകുപ്പ് അനുസരിച്ച് പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. ഇത് പലരും കവചമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വ്യാജ തെളിവുണ്ടാക്കൽ, ഗൂഢാലോചന നടത്തൽ ഇതൊന്നും ഔദ്യോഗിക കൃത്യനിർവഹണമല്ല. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ചെയ്താൽ മാത്രമേ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ അനുമതി ആവശ്യമുള്ളൂ. പക്ഷേ കള്ളത്തെളിവുണ്ടാക്കിയെന്ന് കോടതി കണ്ടെത്തിയാൽ, ഗൂഢാലോചന നടത്തിയെന്ന് കോടതി കണ്ടെത്തിയാൽ അതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണം. എന്ത് ചെയ്യാൻ പറ്റും? ഇനി ദിലീപിന് ചെയ്യാൻ പറ്റുന്നത് ക്രിമിനൽ കേസ് കൊടുക്കലൊന്നും അല്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമല്ല നിയമവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളെന്ന് ദേവീന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ പരിരക്ഷ ഈ ഉദ്യോഗസ്ഥർക്ക് ദിലീപ് കേസ് കൊടുത്താൽ സർക്കാരിൻ്റെ അനുമതി വേണമെന്ന വാദം നിലനിൽക്കില്ല. ദേവീന്ദർ സിംഗിൻ്റെ കേസിലെ വിധി പ്രകാരം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ അനുമതി വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ CRPC 340 എന്നൊരു വകുപ്പുണ്ട്. ക്രിമിനൽ നടപടിക്രമം 340 വകുപ്പ് അനുസരിച്ച് പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയ, കള്ളക്കേസ് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കോടതിക്ക് മജിസ്ട്രേറ്റിന് പരാതി നൽകാം എന്നാണ് CRPC 340 വകുപ്പ് പറയുന്നത്. അതായത് ദിലീപിനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതിക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? ദിലീപ് ഒരു പരാതി ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹണി എം വർഗീസിന് മുമ്പാകെ കൊടുക്കുക. കോടതി എന്നെ ഈ കേസിൽ കുറ്റവിമുക്തനാക്കി, എനിക്കെതിരെയുള്ള തെളിവുകൾ നിലനിൽക്കുന്നതല്ല, വ്യാജമാണ്, അതുകൊണ്ട് എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി, എൻ്റെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പ്രതിയാക്കിയതാണ്, അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ദിലീപ് CRPC 340 വകുപ്പ് പ്രകാരം ഈ വിചാരണ കോടതിക്ക് ഒരു അപേക്ഷ കൊടുത്താൽ കോടതിക്ക് അത് പരിശോധിക്കാം. കോടതിക്ക് പരിശോധിക്കുമ്പോൾ കോടതിക്ക് തന്നെ അറിയാമല്ലോ കോടതിയുടെ മുമ്പാകെ വന്ന രേഖകൾ. ആ രേഖകൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഇതേ കോടതിയുടെ തന്നെ ഒരു പരാതിയായി ഇത് മജിസ്ട്രേറ്റിന് കൈമാറേണ്ടി വരും. മജിസ്ട്രേറ്റിന് കൈമാറിയാൽ മജിസ്ട്രേറ്റിന് കേസെടുക്കേണ്ടി വരും. ബി സന്ധ്യ ഉൾപ്പെടെ ദിലീപ് തന്നെ കുടുക്കിയ ക്രിമിനൽ പോലീസ് സംഘത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. ദിലീപ് ക്രിമിനൽ പോലീസ് സംഘം എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ദിലീപ് പറഞ്ഞിട്ടുണ്ട് ഒരു സംഘം മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇന്നലെ കണ്ടില്ലേ, ദിലീപിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തുന്നു. അപ്പോൾ ദിലീപിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ അവിടെ മതിൽക്കെട്ടിനകത്ത് നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുകയായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ നഗ്നചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണോ ഡ്രോൺ പറത്തിയത്? ഒരാളുടെ സ്വകാര്യത ലംഘിക്കാൻ വേണ്ടി, ഒരാളുടെ വീടിനകത്തെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഡ്രോൺ ഉപയോഗിക്കാൻ ഏത് മാധ്യമ സ്ഥാപനത്തിനാണ് അവകാശമുള്ളത്? ദിലീപിൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒളിക്യാമറ വെക്കാൻ ശ്രമം നടത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തൊരു അധമമായ മാധ്യമ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ഏതായാലും ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ കുറച്ച് വിഷമിക്കും എന്ന് ഉറപ്പായിരിക്കുന്നു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദിലീപ് കൊടുക്കുന്ന കേസിനൊപ്പം തന്നെ ക്രിമിനൽ കേസ് കൂടി ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഇപ്പോൾ വലിയ ഗീർവാണം അടിച്ചിരിക്കുന്ന ഒരുപാട് സാറന്മാരുടെ കളസം കീറുമെന്ന് ഉറപ്പാണ്.